പാർവതിയായിട്ട് ഒരു പെയറായിട്ട് ഞാൻ ചെയ്തു. ഞാനൊരു സീനൊക്കെ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? എയറിലിട്ട് അടിച്ച് അത് ഫസ്റ്റ് മൂവി ഷൂട്ട് എക്സ്പീരിയൻസ് ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയാവും, കാരണം എത്ര ആൾക്കാരുടെ ഇടയിലല്ലേ ചെയ്യേണ്ടത്. ക്രൗഡ് ഉണ്ടായിരുന്നു ചുറ്റിനും കണ്ടോണ്ട്. അപ്പോ അതൊരു ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലോട്ടെ, അവർ പിന്നെ അവരുടെ മോട്ടിവേഷൻ ഉണ്ടായതുകൊണ്ട് അടിപൊളിയായിട്ട് അതങ്ങനെ പോയി. ഇനി എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന മൂവി ഓപ്പർച്യൂണിറ്റീസ്? ഒന്നുമില്ല ഇപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള അജുവിൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഇതെൻ്റെ അടുത്ത് പറയരുത്, പോയി പറയരുത് ആരോടും. 8ാം ക്ലാസ് തൊട്ട് ഞാൻ അജുവിനെ ഒരു ഇൻഫ്ലുവൻസറായിട്ട്, ഒരു ഫേസ്ബുക്കിലെ തരംഗമായിട്ട്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, അജു തരംഗമായി കണ്ടുകൊണ്ടിരുന്ന അജുവിനെ ആ ഒരു സമയത്ത് ഇറ്റ് വാസ് ഓൺലി അജ്മൽ ഖാൻ, വേറെ ആരും ഇല്ല. ബട്ട് ഇപ്പൊ അജു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചുറ്റിനുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സും ഇൻഫ്ലുവൻസേഴ്സ് ആണ് അല്ലേ? അപ്പൊ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുന്നത്? ഓർ അതൊരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ അവരവരുടെ വഴിക്ക് പോവുക, എല്ലാവരും അവരവർക്ക് കിട്ടുന്നത് ചെയ്ത് പോവുക, നമ്മൾ നമുക്ക് കിട്ടുന്നത് ചെയ്ത് പോവുക, ഹാപ്പി നിൽക്കുക. കോമ്പറ്റീഷൻ കൂടി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഇൻഫ്ലുവൻസർ ഈ ഒരു? കോമ്പറ്റീഷൻ അല്ല, പണ്ടൊക്കെ വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ ദുബായിലുള്ള സമയത്ത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വല്ല റിസോർട്ടുകളോ ഹോട്ടലുകൾക്കൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ കൊളാബറേഷൻ കിട്ടാറുണ്ട്. ഇപ്പൊ പിന്നെ കുറെ ആൾക്കാർ, ഇപ്പൊ ദുബായിൽ തന്നെ 40,000 മേലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അതെയോ? പിന്നെ അവർക്ക് ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട്. അവർക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ഉള്ളതുകൊണ്ട് ആ ഒരു ടൈറ്റ്നെസ് വരും. പക്ഷെ അതല്ലാതെ യു ഹാവ് മെയ്ഡ് യുവർ ഓൺ പാത്ത്. അതുകൊണ്ട് ആ ഒരു ഡിമാൻഡ് എപ്പോഴും അജ്മൽ ഖാൻ എന്നൊരു ബ്രാൻഡിന് ഉണ്ടല്ലോ. എന്താ ഇതാണ് പറയുന്നത്, അജു ഭയങ്കര സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. ആണ് സത്യമായിട്ടും. ഇപ്പൊ അമ്മയൊക്കെ പറയാറുണ്ട്, എന്ത് പാവാണ്, ഇത്രയും വലിയ കുട്ടിയായിട്ട് എന്ത് എളിമയായിട്ടാണ് സംസാരിക്കുന്നത്. ലൈക്ക് അമ്മയുടെ അടുത്ത് അമ്മ അമ്മ എന്നൊക്കെ മിണ്ടുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു ഹോംലി ഫീൽ ആണ്. എല്ലാരോടും അങ്ങനെയാണോ? എല്ലാരോടും അങ്ങനെ തന്നെ. അതെന്താ അങ്ങനെ? അല്ല, അത് ഇതിപ്പോ ഞാൻ ഈ ഫേമസ് ആവുന്നതിന് മുമ്പേ ഞാൻ എല്ലാവരുമായിട്ടും ഫ്രണ്ട്സ് ആണ്. അതായത് നാട്ടിലായാലും വീട്ടിലായാലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും സീനിയേഴ്സിനായിട്ടും. കോളേജിൽ പഠിക്കുമ്പോൾ ഫേമസ് ഒന്നും ആയിട്ടില്ല, അതിന് മുമ്പേ ഞാൻ എൻ്റെ സീനിയേഴ്സിനൊക്കെ ആയിട്ട് കമ്പനിയാണ് എല്ലാവരുമായിട്ടും. അപ്പോൾ അത് പണ്ടേ ഉള്ളതാണ്. നമ്മൾ എല്ലാവരുമായിട്ടും കണ്ട് സംസാരിച്ച് കമ്പനിയായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു പണ്ട്. അങ്ങനെ ആയ അടിപൊളിയാണ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഹാപ്പിയായി നടക്കുക, ചിരിക്കുക, കളിക്കുക, കൂടുതൽ ആരുടെ കാര്യങ്ങൾ അറിയാൻ പോയിരുന്നു, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ കാര്യത്തിൽ ഹാപ്പി നിൽക്കുക. അങ്ങനെയാണ് തോന്നുന്നത് അല്ലെ? കൂടുതൽ ഇൻവോൾവ് ആയാൽ, അതായത് അറ്റാച്ച്മെന്റ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? അതായത് ഒത്തിരി ഇമോഷണൽ കണക്ഷൻസ് വെക്കുന്ന ആളാണോ അതോ അല്ല എപ്പോഴും ഒരു വൺ ആം ഡിസ്റ്റൻസിലാണോ? ഒക്കെ എപ്പോഴും എല്ലാവർക്കും ഉള്ളതല്ലേ. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു കുറേ നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഇങ്ങനെയാണല്ലേ, വെറുതെ എന്തിനാ ഓവറായിട്ട് തിങ്ക് ചെയ്യണമെന്നൊക്കെ. അതിന്റെ ഒരു സ്റ്റേജ് വരും നമുക്ക് ലൈഫിൽ. അല്ല, പൊതുവേ ഒരു വൺ ആം ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന ഫീൽഡിലാണെങ്കിൽ വൺ ആം ഡിസ്റ്റൻസ് അല്ല. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആളിപ്പോൾ കുറെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ആൾക്കും അറിയണോ, ചിലപ്പോൾ നമ്മളോട് പറയുമ്പോൾ ആൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ടാവും. നേരെ തിരിച്ച് നമുക്ക് ഒരു വിഷമം വന്നാൽ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. നമ്മൾ തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരണേ നമുക്ക് പറ്റുള്ളൂ. അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് പുറത്ത് വരണം. അപ്പോൾ എല്ലാവർക്കും അവരുടെ എന്താ പറയുക ഫീലിങ്സിനും ഇതിനും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. ആ സാധനം തന്നെ തിരിച്ചു അങ്ങനെ തരണം. അതെ അതെ. അജു ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താ? ഞാൻ ടൂർ പോകും. അതാണ് ഒരു തെറാപ്പി എന്ന് പറയുന്നത്. ടൂറാണോ? സ്ഥലം കാണാ, എക്സ്പ്ലോർ ചെയ്യുക. ആരും ഇല്ലല്ലോ, പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് നമ്മളെ അറിയാത്ത ആൾക്കാരായി സന്തോഷമായി ചിരിച്ചു കളിച്ച് നടക്കുക, തിരിച്ചു വരാം. അപ്പൊ റിഫ്രഷ് ആയി തിരിച്ചു വരുമ്പോ സെറ്റ് ആവും. ഫുൾ പവർ. അതെ, എന്നിട്ട് അടുത്ത വർക്ക് കാശ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ മോട്ടിവേഷൻ. അജുന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറെ കാശ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഹാപ്പിയായി ജീവിക്കണം, അടിപൊളിയായിട്ട്. വലിയ വലിയ ഡ്രീമുകൾ എന്താണ്? ഡ്രീമുകളൊക്കെ ഒരുപാടുണ്ട്. ഒരു 5 years from now അജ്മൽ ഖാൻ എന്തായിരിക്കും? അത് ആ സമയം കഴിയുമ്പോൾ കാണിച്ചു തരാം. സ്വപ്നങ്ങൾ പറയാൻ പാടില്ല, മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ ആൾക്കാർ പറയും വലിയ വലിയ സ്വപ്നങ്ങളാണ്, സ്വപ്നങ്ങൾ കണ്ടാലേ നമ്മൾ എത്തുള്ളൂ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇതെന്താ എത്താത്തതെന്ന്. അങ്ങനെ സ്വപ്നം കാണാറില്ല. സ്വപ്നം കണ്ടിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്ത് അതിലേക്ക് പതുക്കെ പോയിട്ട് ഒരു സമയത്ത് നമ്മൾ എത്തും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരിക്കും ഇതന്ന് സ്വപ്നം കണ്ടാണല്ലോ എന്നാലേക്കും ഒരു സുഖം കിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും റിയാലിറ്റിയിൽ വന്നു? ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഞാൻ ഫേമസ് ആവണം എന്നൊക്കെ കുറെ ആഗ്രഹിച്ചു. അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. പക്ഷെ എങ്ങനെയൊക്കെയോ. വെറുതെ എളിമയാണ് അടുത്തത്. ഇത് എളിമയില്ല ശരിക്കും. ഇത് കഷ്ടപ്പെട്ട് എത്ര ആൾക്കാരോടൊക്കെ ലൈക്ക് ചോദിച്ചു മേടിച്ചിട്ട് ലൈക്ക് കിട്ടും. ആ ഒരു ടൈമിൽ, ഇനീഷ്യൽ ടൈമില് ഞാൻ